മാർത്തോമ സഭയുടെ ആന്തരികമായ അവസ്ഥയെ ഞാൻ മനഃപൂർവമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവോ? ഇതാണ് നമ്മുടെ വിഷയം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യം കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പേരൂർക്കടയുള്ള എബനേസർ മാർത്തോമ സഭയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദനാജനകമായൊരു സംഭവത്തെ ആ സഭയുടെ തന്നെ ട്രഷററായിരിക്കുന്ന സന്തോഷ് മാത്യു പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തിയത് ആസ്പദമാക്കി ഞാൻ ചെയ്ത വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ട് ആ സഭയിലെ റെജി എബ്രഹാം എന്ന് പറയുന്ന സുഹൃത്ത് എനിക്ക് അയച്ചിരിക്കുന്ന ഒരു പ്രതികരണം ഞാൻ ആദ്യമേ വായിക്കട്ടെ. ഈ ഇടവകയുടെ അടുത്ത് താമസിക്കുന്നുവെന്ന് പറയുന്ന താങ്കൾ ഈ കാര്യത്തെക്കുറിച്ച് ആ പള്ളിയിൽ അന്വേഷിച്ചോ? ആ പള്ളിയിലെ ഒരംഗമാണ് ഞാൻ. ഇന്ന് 4-ാം തീയതി വൈകിട്ട് 10:20 ഞാനിത് എഴുതുന്നത്. ഈ സത്യാഗ്രഹം ഇന്നലെ തന്നെ വേണ്ട എന്ന് വെച്ച് അയാൾ തെറ്റ് തിരിച്ചറിയുകയും ചെയ്തു. ഇപ്പോൾ താങ്കൾ ഏതെങ്കിലും സഭയിലുണ്ടെങ്കിൽ ആ സഭയുടെ കാര്യം പറയുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് മാർത്തോമ സഭയോട് പറയാൻ താങ്കൾക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉളുപ്പില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഇത് ഒരു പ്രതികരണമാണ്. ഇങ്ങനെ 2-3 പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും സഭയുടെ ആന്തരിക അവസ്ഥയെ പൊതുജനം തെറ്റിദ്ധരിക്കത്തക്കവണ്ണമുള്ള ലക്ഷ്യം വെച്ച് മനഃപൂർവ്വമായി ഒരു സംഭവത്തെയും കൈകാര്യം ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അത് എൻ്റെ ജോലിയല്ല എന്നതുകൊണ്ട്, എൻ്റെ ലക്ഷ്യവുമല്ല. മാത്രവുമല്ല, ഞാൻ ഏത് ലക്ഷ്യത്തെ പിന്തുടരുന്നു അതുമായി ഒരു വിധത്തിലും പൊരുത്തപ്പെടാൻ സാധ്യതയില്ലാത്തൊരു പരിപാടിയാണത് എന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമീപനം എനിക്ക് വിഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല എന്ന് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളോട് ഒരു വിശദീകരണം എന്ന നിലയിൽ സൂചിപ്പിക്കട്ടെ. ഏതായാലും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ സന്തോഷ് മാത്യുവിനെ ഫോണിൽ കൂടെ വിളിക്കുകയും, അത് ഇന്നലെ ഉച്ചയോടടുത്താണ്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിരാഹാര സത്യാഗ്രഹം മാറ്റിവെച്ചു, കാരണം മഹായിടവകയുടെ പക്ഷത്ത് നിന്ന് ചില നീക്കങ്ങളുണ്ടായി. ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കി ഇത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി യാതൊരു സൂചനയും സന്തോഷ് മാത്യുവിൽ നിന്ന് എനിക്ക് ലഭിച്ചില്ല. എന്നാൽ മാത്രവുമല്ല, അത് കഴിഞ്ഞ് ഏതാണ്ട് വൈകിട്ടായപ്പോൾ, അതായത് ഇന്നലെ വൈകിട്ടായപ്പോൾ, എനിക്ക് മാർത്തോമ സഭയുടെ തന്നെ അംഗമായ ഒരു വ്യക്തി, അദ്ദേഹം റാന്നിയിലാണ്, അദ്ദേഹമാണ് ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് അയച്ചു തന്നത്. ഞാൻ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചതൊന്നുമല്ല, മാർത്തോമക്കാർ തന്നെയാണ് ഈ വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് ദയവായി തിരിച്ചറിയുക. അദ്ദേഹം ഇന്നലെ രാത്രി എനിക്ക് നൽകിയ ഒരു വീഡിയോ ഈ ഒരു വിവാദം ഇങ്ങനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക ഉചിതമാണ് എന്ന് കരുതുക. ഞാൻ ഈ വിഷയം അങ്ങ് വിടാൻ തീരുമാനിച്ചാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രതികരണം വന്നത് കൊണ്ട് സത്യം എന്താണെന്ന് പൊതുജനം അറിയേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുകയും അതിനെ ആസ്പദമാക്കി 1-2 വീഡിയോകളായി ചില സുപ്രധാനമായ ചിന്തകൾ, അതെല്ലാ സഭകളിലെയും അംഗങ്ങൾ അറിയേണ്ട ചില ചിന്തകൾ പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യമായി നമുക്ക് ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ചികിത്സയിലില്ല എന്ന് രേഖാമൂലം അക്കൗണ്ട് ട്രസ്റ്റിക്ക് അറിയിപ്പ് ലഭിക്കുകയും ുന്നതിന് വേണ്ട ഉപദേശം നൽകി ഇല്ലാത്ത രോഗത്തിന്റെ പേര് പറഞ്ഞ് ഇടവകയുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അറിയിപ്പ് നൽകി ഭീമമായ തുക വിശ്വാസികളായ ഇടവക ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം പേരൂർക്കട മാർത്തോമ ഇടവക വികാരി പ്രസാദ പൊന്നച്ചൻ എന്ന വൈദികനെതിരെ എല്ലാവിധ തെളിവുകളുമായി തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന മെത്രാനായ ഐസക് മാർ ഫിലിക്സിനോസിനെ സമീപിച്ച അക്കൗണ്ട് ട്രസ്റ്റി എന്ന ഇടവക ചുമതലക്കാരനെ തികച്ചും വെട്ടിയാക്കുന്ന പ്രവൃത്തിയാണ്
ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട് എന്ന ക്രിമിനൽ കുറ്റം ചെയ്ത വൈദികനെ സംരക്ഷിച്ചു നിർത്തുന്ന നടപടിയാണ് ഫീലിക്സ് നോസ് മെത്രാച്ചൻ സ്വീകരിച്ചത്. ഇടവക ജനത്തെ കബളിപ്പിച്ച് പണം അപഹരിച്ച വ്യക്തിക്കെതിരെയും ഇതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത പ്രസാദ് പൊന്നച്ചൻ എന്ന വൈദികനെയും, അതായത് വികാരിയെയും സംരക്ഷിച്ചു നിർത്തുന്ന നടപടിയാണ് മെത്രാച്ചന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2025 മെയ് 1 പ്രസാദ് പൊന്നച്ചൻ എന്ന വൈദികൻ പേരൂർക്കട മാർത്തോമ ഇടവകയുടെ വികാരിയായി ചുമതല ഏൽക്കുന്നത്. 2025 നവംബർ മാസത്തിലാണ് പണാപഹരണം നടത്തുന്നതിന്റെ തിരക്കഥ പ്രസാദ് പൊന്നച്ചന്റെ നേതൃത്വത്തിൽ എഴുതപ്പെടുന്നത്. ഇടവക ഭാരവാഹികൾ ആരുമറിയാതെ പള്ളിയുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇടവക ജനങ്ങൾക്കൊരു അറിയിപ്പ് നൽകി നവംബർ മാസത്തിലെ ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് 40,000-ത്തിലധികം രൂപ പിരിച്ചെടുത്തു. ചെന്നിത്തല സ്വദേശികളായ സുനിൽകുമാർ എന്ന വ്യക്തിയെയും ഭാര്യയെയും ഇടവക ജനങ്ങളുടെ മുൻപിൽ രോഗികളായി അവതരിപ്പിക്കുകയും കഴിഞ്ഞ 10 വർഷമായി ഈ വ്യക്തിയെയും ഭാര്യയെയും തനിക്ക് വ്യക്തിപരമായി അറിയാമെന്ന് ഇടവക ജനത്തിന് മുമ്പിൽ പ്രസ്താവന നടത്തിയാണ് ഇത്രയും തുക പിരിച്ചെടുക്കുന്നത്. ആ തുക ധൃതിപ്പെട്ട് വികാരി സുനിൽകുമാറിന് നൽകിപ്പിച്ചു. കൃത്യം ഒരാഴ്ച പിന്നിട്ടപ്പോൾ സുനിൽകുമാർ ഇടവകയുടെ അക്കൗണ്ട് ട്രസ്റ്റിയെ വീണ്ടും വിളിച്ചു. തന്റെ ഭാര്യ യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. എനിക്ക് പണം കുറച്ചുകൂടി ആവശ്യമുണ്ട്, ഉടനെ അത് നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. ടിയാന്റെ സംസാരത്തിൽ പൊരുത്തക്കേടുകൾ മനസ്സിലായപ്പോൾ അക്കൗണ്ട് ട്രസ്റ്റി വിശദമായ അന്വേഷണം നടത്തുകയും എറണാകുളം അമൃത ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സ്ത്രീ ചികിത്സയിലില്ല എന്ന് രേഖാമൂലം അക്കൗണ്ട് ട്രസ്റ്റിക്ക് അറിയിപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ സുനിൽകുമാറും ഭാര്യയും തുറന്നു സമ്മതിച്ചു, തങ്ങൾക്ക് രോഗമില്ല, ഇത് പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ നാടകമാണ്, ഇടവകയെ ഞങ്ങൾ കബളിപ്പിക്കുകയായിരുന്നു. വികാരി പ്രസാദ് പൊന്നച്ചന് എല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ അറിവോടെയാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് ആ ദമ്പതികൾ തുറന്ന് സമ്മതിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് ട്രസ്റ്റി പ്രസാദ് പൊന്നച്ചൻ എന്ന വികാരിയെ വിളിക്കുന്നു. സുനിൽകുമാറിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. This is what happens when a product goes viral overnight. ഏതായാലും ഇതിൽ നിന്ന് അവിടെ നടന്ന സംഭവം എന്താണ് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ മുൻപോട്ട് പോകുന്നുണ്ട്, ഇടയ്ക്ക് അഡ്വർടൈസ് വന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുക. അപ്പോൾ ഈ റെജിയുടെ പ്രതികരണത്തിൽ, അതായത് ഈ സഭയുടെ അംഗമായിരിക്കുന്ന റെജിയുടെ പ്രതികരണത്തിൽ നിന്ന് ആ സഭയുടെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ, വളച്ചൊടിക്കുന്നതിൽ, അസത്യം അതിൽ ചേർക്കുന്നതിൽ എനിക്ക് എന്തോ സ്ഥാപിത താല്പര്യമുണ്ട് എന്ന വിധത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട റെജിയോട് ചോദിക്കാറുള്ളത്, ഇങ്ങനെ ഒരു തട്ടിപ്പ് എബനേസർ മാർത്തോമ സഭയിൽ നടന്നോ ഇല്ലയോ? അതിന് ഇടവക വികാരി കൂട്ടുനിന്നോ ഇല്ലയോ? 10 വർഷമായി തനിക്ക് വ്യക്തിപരമായി സുനിൽകുമാറിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയാമെന്നും അവർക്ക് ഇപ്രകാരമുള്ള സഹായം നൽകുന്നത് ഉചിതമാണ് എന്നും ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് അവര് ഉദാരമായി സംഭാവന നൽകിയത്. അത് മുഴുവനും പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് ഈ വീഡിയോയിൽ കൂടെ എനിക്ക് ബോധ്യമാകാൻ ഇടയായിട്ട്. ഇത് 2ാമത്തെ വീഡിയോ ആണ്, ഇത് ആദ്യത്തെ വീഡിയോ അല്ല. ഈ വീഡിയോ ചെയ്തതും സന്തോഷ് മാത്യു ആണ് എന്നാണ് എൻ്റെ ധാരണ. പക്ഷെ അത് വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ഇത് ഈ എബനേസർ മാർത്തോമ സഭയുടെ ഒരു അംഗം തന്നെയാണ്. കാരണം അതിൻ്റെ വസ്തുക്കളൊക്കെ സ്പഷ്ടമായി കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നില്ലേ? 2ാമത്തെ ചോദ്യം,
അങ്ങനെ സംഭവം നടന്നുവെങ്കിൽ ഒരു സഭ, അതിലെ വിശ്വാസികൾ ഇപ്രകാരം വഞ്ചിക്കപ്പെട്ടുവെങ്കിൽ, അങ്ങനെ വഞ്ചിക്കപ്പെടുവാനായി അതിൻ്റെ ചുമതലയിലിരുന്ന വികാരി വഴിയൊരുക്കിയെങ്കിൽ എന്ത് നടപടിയാണ് ചെയ്തിട്ടുള്ളത്? ആ സഭയുടെ കണക്ക് സൂക്ഷിക്കാനും സമ്പത്ത് സംരക്ഷിക്കാനുമായ ചുമതലയുള്ള ഖജാൻജി അതിനെപ്പറ്റി ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ? അത് അദ്ദേഹത്തിൻ്റെ കടമയാണോ അല്ല അദ്ദേഹത്തിൻ്റെ തെമ്മാടിത്തമാണോ? ഇതിനെപ്പറ്റി ഒരു സ്പഷ്ടത നമുക്കുണ്ടാകണം. ഞങ്ങളുടെ കാര്യത്തിൽ താനെന്തിനാ കൈ കടത്തുന്ന, നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചേക്കണം. പൊതുജനത്തിൻ്റെ മുമ്പിൽ ഇത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആരും മിണ്ടരുത് എന്ന് പറയാൻ എന്ത് അവകാശമാണ്? ഏതായാലും ഇത് സംബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ആ ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നത് മാർത്തോമാ സഭയോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള നിഷേധാത്മകത കൊണ്ടല്ല, പിന്നെയോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ സഭയിലും നടക്കാമെന്നതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ അവയെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇത് ഏവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് പൊതുജന പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തുടർന്നും കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാനിത് തന്നെ മറന്നു കളയുവാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരു സഭ, ഒരു കൂട്ടായ്മ, ഒരു കോൺഗ്രിഗേഷൻ എന്താണ് ചെയ്യേണ്ടത്? പല സാധ്യതകളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ, അതായത് ഏത് സഭയുടെ ഉള്ളിലാണോ നടക്കുന്നത്, ഏത് പള്ളിയുടെ ഉള്ളിലാണ് നടക്കുന്നത്, അവിടെ വെച്ച് തന്നെ ഇത് കൈകാര്യം ചെയ്യുവാനായി ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ എൻ്റെ വളരെ വിശാലമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ സഭയുടെ ഉള്ളിൽ തന്നെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ഒട്ടുമുക്കാലും പരാജയപ്പെടാനാണ് കാരണം. കാരണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കട്ടെ. ഈ ഒരു കാര്യം ആ ഇടവക ചേർന്ന് നിൽക്കുന്ന ഡയോസിസിന്റെ പരമാധികാരിയായ ഐസക് മാർ ഫിലോക്സിനോസ് തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനോട് ഇപ്രകാരം പ്രതികരിച്ചു എന്നത് സാധാരണ പ്രതികരണമാണ്. അല്ലാതെ അദ്ദേഹം ഏതാണ്ട് അമാന്തം കാണിച്ചു, അദ്ദേഹം മാത്രം ഈ കള്ളനായ കത്തനാട് കൂടെ നിന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ 10 സംഭവം ഉണ്ടായാൽ കുറഞ്ഞത് 9 സംഭവമെങ്കിലും ഇങ്ങനെ മാത്രമേ അതിന് ചുമതലയുള്ള മെത്രാന്മാർ പ്രതികരിക്കുകയുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ സംഭവത്തിൻ്റെ ഗാംഭീര്യം അല്ലെങ്കിൽ സീരിയസ്നെസ് അർഹിക്കുന്ന പരിഗണനയും അതിന് തക്കതായ ഒരു നടപടിയും അതിൻ്റെ ചുമതലയുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകാത്തത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകും. ഞാൻ വളരെ ഹ്രസ്വമായി അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മെത്രാന്മാർ കർശന നടപടികളെടുത്താൽ സഭ അടച്ചു പൂട്ടേണ്ടി വരും. കാരണം എല്ലാ സഭകളുടെയും ഉള്ളിൽ ഈ ധാർമ്മികമായ അധപ്പതനം, ഈ ചീഞ്ഞു നാറിയ അവസ്ഥ വളരെ വ്യാപകമായിട്ടുണ്ട്. ഒരച്ഛനെ പിടിച്ചു ശിക്ഷിച്ചു, അടുത്തച്ഛനെ പിടിച്ചു ശിക്ഷിച്ചു, അടുത്തച്ഛനെ പിടിച്ചു ഈ അടുത്ത കാലത്ത് എത്രയോ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ITO എന്ന് പറഞ്ഞ ചാനൽ കൂടെ എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നു വീണത്. അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഐസക് മാർ ഫിലോക്സിനെ പോലെയുള്ള ഒരു തിരുമേനി അല്ലെങ്കിൽ മറ്റേത് തിരുമേനിയാണെങ്കിലും ഇങ്ങനെയുള്ള അച്ഛന്മാരെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ സഭയിൽ പിന്നെ അധികം അച്ഛന്മാർ അവശേഷിക്കുകയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് പുത്തുവരത്വത്തിൽ തീർക്കാം എന്നത് ആ വിധത്തിൽ പ്രതികരിക്കുന്നതിനകത്ത് ന്യായമുണ്ട്. ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രമാത്രം ഇതിനകത്തെ അവസ്ഥ ചീഞ്ഞ് അളിഞ്ഞ് നാറിയാണ് ഇരിക്കുന്നത് എന്നതാണ്. ഇതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മുടെ സഭകളെല്ലാം സാമ്പത്തികമായ കൊഴുപ്പിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിച്ച ശേഷം
സംഭവിച്ച ദുരവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സഭകൾ സമ്പന്നമായി കഴിഞ്ഞാൽ അതിൻ്റെ ചുമതലയുള്ള മെത്രാന്മാർക്കോ മെത്രാന്മാരുടെ കാലാൽപ്പടയായ കത്തനാരന്മാർക്കോ ജനങ്ങളോട് ഒന്നിനും ഒരു മറുപടി പറയേണ്ട ഉത്തരവാദിത്വമില്ല. ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വ ബോധം പാലിക്കേണ്ട ആവശ്യം അവർക്കില്ല. കാരണം അവർ സമ്പന്നന്മാരാണ്, സാമ്പത്തികമായി ഊക്കുള്ളവരാണ്. അവരുടെ മുമ്പിൽ നിങ്ങൾ പുല്ലാണ്. അതുകൊണ്ട് നിങ്ങളൊരു വലിയ പരാതിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്രാൻ, അതായത് രാഷ്ട്രീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, മന്ത്രിമാരെ സ്വാധീനിക്കുന്നു, കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രിയുടെ വാതിക്കൽ നിന്ന് മുട്ടുന്നു, അമേരിക്കയിൽ പറക്കുന്നു, പിന്നെ ഗൾഫിൽ പോയി നീന്തുന്നു. അങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുന്ന മെത്രാന്മാരുടെ മുമ്പിൽ ഒരു സന്തോഷ് മാത്യു, ഒരു ഹിന്ദോഷ് മാത്യു പോയി ഒരു സങ്കടം ഉണർത്തിച്ചാൽ അതൊന്നും കണ്ടിരിക്കാനൊന്നും ആ മെത്രാന്റെ ജോലിയൊന്നുമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഭയുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കും തോറും സഭയ്ക്ക് അതിൻ്റെ അംഗങ്ങളായ വിശ്വാസികളെ ആശ്രയിച്ചു നിൽക്കേണ്ട ആവശ്യം നന്നേ കുറയുകയും അതുകൊണ്ട് തന്നെ അവരെ കരുതേണ്ട, അവരെ ശ്രദ്ധിക്കേണ്ട, അവരെ കേൾക്കേണ്ട ആവശ്യം ഇല്ലാതാകുകയും ചെയ്യും എന്നത് ദയവായി മനസ്സിലാക്കുക. പിന്നെ ആരാണ് സഭയെ എത്ര സമ്പന്നമാക്കി വെച്ചത്? അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഏകമാർഗം സഭയ്ക്ക് രൂപ കൊടുത്ത് വീർപ്പിക്കുകയാണ് എന്ന് മാത്രം അറിഞ്ഞ ഈ അന്ധവിശ്വാസത്തിൻ്റെ ആചാരകന്മാരായ ആളുകളാണ് സഭകളെ എത്രമാത്രം സാമ്പത്തികമായ കൊഴുപ്പിൽ കൊണ്ടാക്കുകയും സാമ്പത്തികമായ കൊഴുപ്പ് വന്നാൽ സഭയ്ക്ക് ഉണ്ടാകാവുന്ന ഭ്രാന്ത, ധിക്കാരം, സന്മാർഗബോധത്തോടുള്ള അവജ്ഞ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അത് മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അവിടെ ദയവായി മനസ്സിലാക്കുക, നിങ്ങൾ കൊടുക്കും തോറും സഭകൾ കൂടുതലായി സമ്പന്നമാകുകയും സഭകളുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നതോടൊപ്പം നിങ്ങൾ കൂടുതൽ കൃമികളായി പോവുകയും ചെയ്യും. ഒരു 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ വിശ്വാസി ഒരു കത്തനാരുടെയോ ഒരു മെത്രാന്റെയോ മുമ്പിൽ നിന്നാൽ ഒരു സങ്കടം ഉണർത്തിച്ചാൽ അതെന്താണെന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ് അവർക്കുണ്ടായിരുന്നു. കാരണം സഭ അത്രമാത്രം കൊഴുപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നാം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് ഇവരെ വലിയ വലിയ ക്രിസ്ത്യൻ അദാനിയും അംബാനിയുമാക്കി അവരുടെ പുച്ഛത്തിന് പാത്രീഭൂതരാകുക, പുച്ഛത്തിൻ്റെ ഇരയാകുക, ഇത് മാത്രമാണ് നേടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഫിലക്സിയോസ് തിരുമേനിയോ അല്ലെങ്കിൽ തീരോഷ്യോസ് തിരുമേനിയോ അല്ല നല്ല നിറമുള്ള പാവാട ഇട്ടുകൊണ്ട് നടക്കുന്ന മറ്റു തിരുമേനിമാരോ ഒന്നുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. പിന്നെ അതിനകത്ത് മൂന്നാമത്തൊരു കാര്യമുണ്ട്. അതെന്താ ചോദിച്ചാൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബഹുഭൂരിപക്ഷം ആളുകളും മനുഷ്യ അന്തസ് എന്താണെന്ന് അറിയാൻ മേത്തവരാണ്. ഒരു മെത്രാനെ കണ്ടാൽ കവാത്ത് പറക്കുമെന്നല്ല, മുട്ടിടിക്കാൻ തുടങ്ങും. അങ്ങനെ മെത്രാന്റെ മുമ്പിൽ ഇങ്ങനെ ഓച്ഛാനിച്ച് നിൽക്കുന്ന റാമൂളികൾ സഭയിൽ നിറഞ്ഞിരിക്കുമ്പോൾ മെത്രാന്മാരുടെ വിചാരം അവര് അലക്സാണ്ടർ ചക്രവർത്തിയുടെ 10 ഇരട്ടിയാണ് എന്നുള്ളതാണ്. ആ വിധത്തിലാണ് അവർ നിങ്ങളോട് ഇടപെടുന്നത്. ദയവായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ, അതായത് ക്രിസ്ത്യാനികളുടെ വ്യക്തിത്വത്തിൽ വന്ന ഭീകരമായ പാളിച്ചയുടെ പരിണത ഫലമാണ് ഇങ്ങനെയുള്ള ചീഞ്ഞു നാറിയ സംഭവം നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പോവടി കണ്ടുപിടിച്ച് തരണേ ഏമാനെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സങ്കടം ഉണർത്തിക്കാനായിട്ട് പോകുമ്പോൾ, പോടാ ഇതിൻ്റെ പണി നോക്കാം, എനിക്ക് അതിനുള്ള ജോലി, എൻ്റെ അതിന് സമയം എന്ന് പറയുന്ന ഒരു നിലപാട് ഒരു മെത്രാൻ എടുക്കുന്നതിൽ ന്യായമുണ്ട്. ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ന്യായം നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നു. നാലാമതായിട്ട് എനിക്ക് ഉണർത്തിക്കാനുള്ളത്, പറയാനുള്ളത്, ഓരോരുത്തരുടെ സമക്ഷം സവിനയം സമർപ്പിക്കാനുള്ളത്, നമ്മുടെ സഭകളുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാമോ?
ശ്രേണീബദ്ധമായ ഒരു ഘടനയാണ്, ഹയറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറയും. യേശു ഏറ്റവും വെറുത്തതും ഏറ്റവും ശക്തമായി എതിർത്തതും ഈ ശാപം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞതുമായ കാര്യമാണ് ഈ ഹയറാർക്കി, ഈ ശ്രേണീബദ്ധമായ ഘടന എന്നുള്ളത്. കാരണം എന്താണ്? ഇപ്രകാരമുള്ളൊരു ഘടനയ്ക്കുള്ളിൽ ഒരേമാനും ബാക്കി എല്ലാ അടിമകളുമായിരിക്കും. ജർമ്മൻ ചിന്തകനായിരുന്ന ഫ്രീഡ്രിക് ഹേഗലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്, യജമാനനും അടിയാനും തമ്മിലുള്ള ബന്ധം മാത്രമേ സഭയ്ക്കുള്ളിൽ സാധ്യമാകുകയുള്ളൂ. കാരണം അപ്രകാരമുള്ളൊരു ഘടനയാണ്, സ്ട്രക്ചറാണ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ സ്ട്രക്ചറിനകത്ത്, ആ ഘടനയ്ക്കുള്ളിൽ ഒരുത്തൻ മെത്രാനായാൽ അവന്റെ വിചാരം അവൻ വലിയ ചക്രവർത്തി, രാജാവ് പോലും അല്ല, ചക്രവർത്തിയാണെന്നാണ്. അങ്ങനെയാണല്ലോ നടപ്പ്. ഒരു മെത്രാൻ കൽപ്പന അയക്കുന്നു, അദ്ദേഹം നോക്കുമ്പോൾ ആള് വിറയ്ക്കുന്നു, അദ്ദേഹം പറയുന്ന വാക്ക് അതിനപ്പുറത്ത് ദൈവത്തിന് സംസാരിക്കാൻ ഇടമില്ല എന്ന വിധത്തിലാണ്. പക്ഷെ അവരെ രാജാക്കന്മാരാക്കിയത് ആരാണ്? അണ്ടനും അടകോടനുമായ നീയും ഞാനുമാണ്. അത് മനസ്സിലാക്കിയത് കുറ്റം അവരുടെ കയ്യിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. ഓരോ വ്യക്തിയെയും അവർ അർഹിക്കുന്ന വിധത്തിൽ മാത്രം കൈകാര്യം ചെയ്യാൻ ക്രിസ്ത്യാനി എപ്പോൾ പഠിക്കുന്നുവോ അപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് അല്പം ആശ്വാസം ഉണ്ടാകും. ഒരു മെത്രാന്റെ കൈ മുത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തതാണ്. ഞാൻ ഈ മെത്രാന്റെ അടിമയാണ് എന്ന പൊതുവായി അംഗീകരിക്കുന്ന ഒരു സംവിധാന ക്രമമാണ് മെത്രാന്റെ കൈ മുത്തുക. ഇത് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് കടമെടുത്ത ഏറ്റവും അപലപനീയമായ നീചമായ ഒരു പരിപാടിയാണ്. അന്ന് റോമിലുണ്ടായിരുന്ന കുബേരന്മാർക്ക് ഓരോ പ്രഭുവിനും അനേക അടിമകളുണ്ടായിരുന്നു. ഒരുത്തന് 60, ഒരുത്തന് 100, ഒരുത്തന് 200 അടിമകളൊക്കെ ഉണ്ടാകും. അവരെല്ലാം കൊണ്ടാണ് ഈ പ്രഭു അദ്ദേഹത്തിന് വലിപ്പം കാണിക്കാൻ കുതിരകത്തിറങ്ങി വരുന്നത്. അപ്പൊ അവർ ഓരോരുത്തരും മറ്റുള്ളവരെ കാണുക ഈ പ്രഭുവിന്റെ കൈ മുത്തണം, കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ അടിമയാണ്, ഇദ്ദേഹത്തിന്റെ മാത്രം അടിമയാണ് എന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടി റോമാക്കാർ കണ്ടുപിടിച്ചൊരു മാർഗമാണിതെന്ന് ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ. വേദപുസ്തകത്തിൽ എവിടെയും സുവിശേഷത്തിൽ എവിടെയെങ്കിലും കൈമുത്തിന്റെ പരിപാടി കാണിക്കാം. ഇത് സെക്യുലർ റോമൻ വ്യവസ്ഥിതിയിൽ നിന്ന് കടമെടുത്ത് രാജാക്കന്മാരാണ്, മെത്രാന്മാർ രാജാക്കന്മാരും ബാക്കിയുള്ളവർ അടിമകളുമാണ് എന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി പൈശാചികമായി കടമെടുത്തൊരു വിഷയമാണിത്. അത് വലിയ ഭക്തിയായിട്ടൊക്കെ കാണുന്ന മനുഷ്യൻ നാം എന്ത് പറയണം. അപ്പൊ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ മെത്രാന്മാർ നിങ്ങളായിട്ട് വട്ട് തട്ടുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ദയവായി മനസ്സിലാക്കുക. ഇത് യേശുവിൻ്റെ പഠിപ്പീരിന് തുലവും വ്യത്യസ്തമാണ്, ഘടകവിരുദ്ധമായിട്ടാണ് നമ്മുടെ സഭകളുടെ ഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അത് ദൈവരാജ്യത്തിൻ്റെ ഈഹലോക ആവിഷ്കാരമാണെന്നൊക്കെ പറഞ്ഞാലും പച്ചക്കള്ളമാണിത് മുഴുവനും. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇങ്ങനൊരു പ്രശ്നം വന്നാൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം. അതിൻ്റെ ആദ്യത്തെ സാധ്യത പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ, സഭയ്ക്കുള്ളിൽ തന്നെ ഇത് പരിഹരിക്കണം. അത് സാധ്യമല്ല എന്ന് ഞാൻ പറയാനുള്ള 4 കാരണങ്ങളാണ് ഞാൻ ഇതുപോലെ നിങ്ങളുമായി പങ്കിട്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ സാധ്യത എന്ന് പറയും. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? വാട്ട് ഇസ് എ സെക്കൻഡ് ഓപ്ഷൻ? അത് ഒരു സമരമാകരുത്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും സന്തോഷ് മാത്യുവിന് കൊടുത്ത ആ ഒരു ഉപദേശത്തിൽ ദയവായി ഒരു സമരത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് മരണം വരെ സമരം ചെയ്യും, അല്ലെങ്കിൽ ഉപവസിക്കും, ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത്, അങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോകരുത്. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമില്ല എന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വെളിപ്പെടുത്തുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഒരു അജിറ്റേഷനിലോട്ട് പോകരുത്, അതിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തെ സാധ്യത എന്താണ്? വാട്ട് ഇസ് ദ തേർഡ് ഓപ്ഷൻ? അത് ഈ സംഭവിച്ചത് ഇപ്പോൾ എബനേസർ മാർത്തോമാ സഭയിൽ സംഭവിച്ചത് തികച്ചും ക്രിമിനലായിട്ടുള്ള പരിപാടികളാണ്, ക്രിമിനൽ കുറ്റങ്ങളാണ്. അതിനകത്ത് ആൾമാറാട്ടമുണ്ട്, അതിനകത്ത് പണം മോഷ്ടിക്കുന്നതുണ്ട്, അതിനകത്ത് ഫോർജറി ഉണ്ട്, അതിനകത്ത് ചീറ്റിംഗ് ഉണ്ട്, പലവിധമായ പ്രമാദമായ അധർമ്മം അതിനകത്തുണ്ട്. ക്രിമിനൽ ഒഫൻസസ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിക്കാം, നമുക്ക് പോയി പോലീസിലൊന്ന് പരാതി കൊടുക്കാം എന്ന്. അതൊരു
തേർഡ് ഓപ്ഷനായിട്ട് നമുക്ക്. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഒരു ആശ്വാസവും പോലീസിൽ നിന്ന് ലഭിക്കാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെത്രാന്മാരെല്ലാം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ആര് ഭരിക്കുന്നോ അവരുമായി സഖ്യം കൂടിയിട്ട് അവരുടെ തൊഴിൽ സംരക്ഷിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വളരെ സാമർഥ്യത്തോടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ മെത്രാന്മാർ ഈ രാഷ്ട്രീയ വോട്ട് കൊതിയന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞാടുകൾ ഞങ്ങൾ പറയുന്ന പോലെ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്, ഞങ്ങളെ സംരക്ഷിച്ചാൽ പ്രത്യേകകാരമായി ഞങ്ങൾ നിങ്ങളെയും സഹായിക്കാം. ഇങ്ങനെ ഒരു ക്രയവിക്രയത്തിൽ കൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയം ഓടുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ ഒരു കാര്യവും നടക്കത്തില്ല. അത് മെത്രാൻ പറയുന്ന പോലെ മാത്രമേ നടക്കത്തുള്ളൂ. ആ ഒരു നല്ല ആത്മധൈര്യം എല്ലാ മെത്രാന്മാർക്കും ഉണ്ട്. അവിടെ ആ പരിപാടിക്ക് നിങ്ങൾ പോകരുത്. ഇതാണ് എനിക്ക് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് ഒരു സാധ്യത. അപ്പം 3 സാധ്യതകൾ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞു. അത് 3ഉം അത് പോകരുത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. നാലാമതൊരു സാധ്യത, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതെന്താണ്? നിസ്സഹരണം. ഇപ്പം നിങ്ങൾ ഈ സംഭവം നോക്കിയാൽ, അതായത് ഇടവ വികാരി 2 എന്താ പറയുന്ന ഫ്രോഡുകളെ ഞായറാഴ്ച ആരാധനയുടെ മധ്യത്തിൽ വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് പ്രയാസമാണെന്ന് അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ കൈത്താങ്കം നൽകണമെന്നൊക്കെ പറഞ്ഞ് 40,000 രൂപ പിരിച്ച് അതുപോലെ കൊണ്ടുപോയി പിന്നെയും അവർ കൂടുതൽ സഹായത്തിനേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞത് മുഴുവനും തെറ്റാണ്, പച്ച കള്ളമാണ് ആരാധനാമധ്യേ പള്ളിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കുന്നു, കള്ളന്മാരാണ് അവിടുത്തെ സംരക്ഷകർ. അതേ അവസ്ഥയാണ് ഇത് തന്നെ. മാർത്തമാക്കാരുടെ ഒരു ശബരിമലയായിട്ട് ഇപ്പോൾ എബനേസർ സഭ ഈ വികാരിയുടെ സാമർഥ്യം കൊണ്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചിന്തോദ്ദീപകമായ അവസ്ഥകളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം ഒറ്റ വാക്കാണ്: പണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ദൈവവും പണമാണ്, നമ്മുടെ ഭക്തിയും പണമാണ്, നമ്മുടെ ആരാധനയും പണമാണ്, നമ്മുടെ ആത്യന്തിക ലക്ഷ്യവും പണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രിയപ്പെട്ട പുരോഹിതനും പണം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ 2 പേരെ, അക്രൈസ്തവരായ 2 പേരുടെ സഹായം അദ്ദേഹം കണ്ടുപിടിച്ചു. അതൊരു കൊളാബറേഷനാണ്, നല്ലൊരു കൊളാബറേഷൻ. താൻ പാതി മറ്റവർ പാതി, അങ്ങനെയാകുമ്പോൾ പാതി പാതി പപ്പാതി, അങ്ങനെ ഒരു കറി പപ്പാസെ എന്ന് പറയുന്നത് പോലെ മിടുക്കൻ, ഒന്നാം തരം. അപ്പോൾ ഇത് പണമാണല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വഴി കണ്ടുപിടിച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ പുറകിൽ മറ്റൊരു വലിയ കാര്യം, രഹസ്യമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആകെപ്പാടെ ചെയ്യേണ്ടത് ഒരു സഭയായി, ഒരു കോൺഗ്രിഗേഷനായി ഒരു തീരുമാനമെടുക്കണം. എന്താണ്? ഈ പ്രശ്നത്തിന് നീതിക്കും ന്യായത്തിനും അനുസരിച്ചൊരു പരിഹാരം കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ 1 രൂപ സഭയ്ക്ക് ഒഫേർട്ടറിയായോ മറ്റ് ദാനമായോ കൊടുക്കുകയില്ല എന്നൊരു തീരുമാനമെടുത്താൽ അത് മാത്രം മതി. ഇതെല്ലാം നേരെ വരും. കാരണം ഏത് മെത്രാനാണെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒറ്റ ഭാഷയാണ് പണം. ഈ ഒരു അഴിമതി അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ സ്തോത്രകാഴ്ചയായിട്ടോ പ്രസവ സ്തോത്രമായിട്ടോ വെഡിങ് ആനിവേഴ്സറി ആയിട്ടോ ബർത്ത്ഡേ ഓഫറിംഗ് ആയിട്ടോ മറ്റൊരു വിധത്തിലും 1 രൂപ സഭയ്ക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞാൽ അന്നേരം നിങ്ങളുടെ പ്രശ്നം കഴിയും. പക്ഷെ അത് മാത്രം നിങ്ങൾ ചെയ്യുകയില്ല. ഏറ്റവും പ്രയാസരഹിതമായി, ഏറ്റവും നിശ്ചയമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ സരളമായ മാർഗം നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ നിങ്ങളത് അവലംബിക്കത്തില്ല. കാരണം എന്താണ്? നിങ്ങളുടെ മനസ്സിലും ദൈവം എന്ന് പറഞ്ഞാൽ പണമാണ്. ഈ പണം കൊടുത്തില്ലെങ്കിൽ ദൈവം കോപിക്കും എന്ന് നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം ഇത്ര പണക്കൊതിയനാണെന്ന് എങ്ങനെയാണ് എൻ്റെ സഹോദരി സഹോദര നാം വിശ്വസിക്കുന്നത്? ഇത്രമാത്രം ദൈവത്തെ അപമാനിക്കേണ്ട കാര്യമുണ്ട്. പാവം ദൈവം വെറുതെ വിട്ടുകൂടെ? ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അത് ചെയ്യത്തില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഞാൻ കേരളത്തിലെ എല്ലാ സഭകളോടും അല്ലെ അംഗങ്ങളോടും പറയുകയാണ്, നമ്മുടെ ഓരോ സഭയിലെ ഉള്ളിലും ഇപ്രകാരമുള്ള ഭീകരമായ അവസ്ഥ നന്നേ ഇടം പിടിച്ചിട്ടുണ്ട്.
അതിന് പരിഹാരം കണ്ടെത്തുക വളരെ എളുപ്പമാണ്. ഒരൊറ്റ കാര്യം, ലളിതമായ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നത് വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ സഭയുടെ ഉള്ളിലേക്ക് വരികയില്ലെന്ന് പറഞ്ഞാൽ മെത്രാൻ ഓടി വന്ന് മുട്ടുമേൽ നിന്ന് അതിൻ്റെ പരിഹാരം കണ്ടെത്തി നിങ്ങളെ സല്യൂട്ട് അടിച്ചിട്ട് പോകും. അത് വല്ലതും ചെയ്യുക. വെറുതെ നിരാഹാരമെടുത്ത് അവിടെയും പോയി ഇവിടെ പോയിരുന്ന് ഞാൻ ഈ കിട്ടിയ നോട്ടീസ് അനുസരിച്ച് ഞാൻ മർത്തോമ സെൻറ്ററിൽ പോയി. കാരണം ഇങ്ങനെ ഒരു വ്യക്തി ഏകനായി പോകരുത്. സന്തോഷ് മാത്യു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ സമീപനത്തോട് എനിക്ക് യോജിപ്പുണ്ടായിട്ടല്ല, ഒരിക്കലുമല്ല. ഞാനത് ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുമാണ്. എനിക്ക് വിയോജിപ്പാണല്ലോ. എങ്കിലും അങ്ങനെ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുന്ന ഒരു വ്യക്തി ക്രിസ്ത്യാനി ഭീരുവാണെന്നതുകൊണ്ട് അവൻ ഒറ്റപ്പെട്ടു പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന 100 അനുഭവങ്ങളുള്ള എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ വ്യക്തിയോട് കൂടെ ചേർന്ന് അല്പസമയം ഇരിക്കുക എൻ്റെ ധർമ്മമാണ് എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ അവിടെ പോയത്. ഏതായാലും അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല, ശാന്തം, സമാധാനം. അത് പിന്നെ ഇപ്രകാരമായി. അതുകൊണ്ട് ഈ സംഭവം നമ്മെ വിളിച്ചറിയിക്കുന്ന വളരെ ശ്രദ്ധേയമായ സാധ്യതകൾ തിരിച്ചറിയേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് ഈ വീഡിയോയും ഇനി അടുത്തുള്ള വീഡിയോയിൽ ഇത് സംബന്ധമായ ചില സുപ്രധാനമായ ചിന്തകളും കൂടെ നിങ്ങളുമായി പങ്കെടുക്കുന്നതായിരിക്കും. ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും.